ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമേരിക്കൻ പ്രൊഫഷണൽ ബോഡി ബിൽഡറായ റൊണാൾഡീൻ കോൾമാൻ അഥവാ റോണി കോൾമാൻ ലോകം കണ്ട എക്കാലത്തെയും മികച്ച ബോഡി ബിൽഡറാണ്. ഏതൊരു ജിമ്മിൽ നോക്കിയാലും അവിടെ സർവ്വസാധാരണമായി കാണുന്ന ഫോട്ടോകളിലൊന്ന് റോണി കോൾമാൻ്റെതായിരുന്നു. അത്രത്തോളം വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളത്. ബോഡി ബിൽഡിംഗ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന മുഖം അർണോൾഡ് ഷ്വാസ്നിഗറിൻ്റെതാണ്. 7 തവണയാണ് അദ്ദേഹം മിസ്റ്റർ ഒളിമ്പിയ ടൈറ്റിൽ വിൻ ചെയ്തത്. 1991 ലീ ഹാനെ തന്റെ 8ാമത്തെ ടൈറ്റിൽ വിൻ ചെയ്ത് അർണോൾഡിന്റെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. എന്നാൽ 2005 റോണി കോൾമാനും തന്റെ 8ാമത്തെ മിസ്റ്റർ ഒളിമ്പിയ ടൈറ്റിലൂടെ അർണോൾഡിനെ മറികടന്നു. 60 ഇഞ്ച് നെഞ്ചുവിരിവ്, ഇടുങ്ങിയ അരക്കെട്ട്, ഓൺ സ്ക്രീൻ വെയിറ്റ് 136 കിലോ, ഓഫ് സ്ക്രീൻ വെയിറ്റ് 150 കിലോ, 5 അടി 11 ഇഞ്ച് പൊക്കം, ബോഡി ബിൽഡിംഗ് ഗോട്ട് എന്ന ടൈറ്റിലിന് ഒരേ ഒരു അവകാശി, അതാണ് റോണി കോൾമാൻ. കഠിന വ്യായാമത്തിൽ കൊത്തിയുണ്ടാക്കിയ ആ ദേഹത്തിന് പിന്നിൽ ത്യാഗങ്ങളുണ്ടായിരുന്നു. അശ്രാന്ത പരിശ്രമവും വിട്ടുവീഴ്ചയില്ലാത്ത പരിശീലനവും ശരീര സൗന്ദര്യത്തിനായി പാകപ്പെടുത്തിയ ഭക്ഷണ രീതിയും ജീവിതശീലങ്ങളും റോണി കോൾമാന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണവും ചില ഉറച്ച തീരുമാനങ്ങൾ തന്നെ. ബോഡി ബിൽഡിങ്ങിനോട് തോന്നിയ ഭ്രാന്തമായ ലഹരി അതാണ് കോൾമാന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. അതിനെടുത്ത അധിക ജോലിക്ക് ശരീരം ക്രമേണ തിരിച്ചടിക്കാൻ തുടങ്ങി. ക്രഞ്ചസിലും വീൽ ചെയറിലുമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതം. 1964 മെയ് 13 ലൂസിയാനയിലെ മൺട്രോയിലാണ് റൊണാൾഡീൻ കോൾമാൻ എന്ന റോണി കോൾമാൻ ജനിച്ചത്. ഗ്രാംബ്ലിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അക്കൗണ്ടിങ്ങിൽ അദ്ദേഹം ബിരുദം നേടി. എന്നാൽ പഠിച്ച വിഷയത്തിൽ അദ്ദേഹത്തിന് ജോലി നേടാനായില്ല. തുടർന്ന് അദ്ദേഹം ഡൊമിനോസ് പിസ്സയിൽ ഡെലിവറി ബോയായി. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്ന ആ കാലത്ത് ഡൊമിനോസിൽ നിന്ന് ദിവസവും കിട്ടുന്ന കോംപ്ലിമെന്ററി പിസ്സ കഴിച്ച് അദ്ദേഹം ജീവിച്ചു. പിന്നീട് 1989 മുതൽ 2000 വരെ ടെക്സാസിലെ ആർലിംഗ്ടണിൽ അദ്ദേഹം പോലീസ് ഓഫീസറായി ജോലി ചെയ്തു. അന്ന് സഹപ്രവർത്തകനായിരുന്ന ഗുസ്താവോ അർലോട്ടോയുടെ നിർദ്ദേശപ്രകാരമാണ് കോൾമാൻ അമച്വർ ബോഡി ബിൽഡറായ ബ്രയാൻ ഡോബ്സന്റെ മെട്രോഫ്ലെക്സ് ജിമ്മിൽ ചേർന്നത്. മിസ്റ്റർ ടെക്സസ് ആയി തുടങ്ങിയ കോൾമാന്റെ ജീവിതം പിന്നീട് വെയ്റ്റ് ലിഫ്റ്റിംഗിന്റെയും പവർ ലിഫ്റ്റിംഗിന്റെയുമായി മാറി. അത് അദ്ദേഹത്തിന് ഒരു പാഷനായി മാറി. ശരീരം പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ബോഡി ബിൽഡിങ്ങിലെ നേട്ടങ്ങളും. സാവധാനം പടിപടിയായി ഓരോ റാങ്കുകളും നേടി അദ്ദേഹം മിസ്റ്റർ ഒളിമ്പിയയിലും എത്തി. അമേരിക്കയിലെ ജിമ്മുകളുടെ ഉദ്ഘാടനത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് റോണി കോൾമാൻ. 1996 മിസ്റ്റർ ഒളിമ്പിയയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താളമിടറിയത്. സ്ക്വാട്സ് പരിശീലനത്തിന്റെ 8ാമത്തെ റെപ്യൂട്ടേഷനിടയിൽ ഒരു ശബ്ദം കേട്ടു. അതേസമയം ഇടതുകാലിൽ ഒരു മരവിപ്പായിരുന്നു, അന്നേവരെ ഇല്ലാത്ത ഒരു വേദനയും. എമർജൻസി റൂമിലെത്തി പെയിൻ കില്ലർ കഴിച്ചെങ്കിലും ഒന്നും കണ്ടുപിടിച്ചില്ല. ശേഷം MRIയിൽ അദ്ദേഹത്തിന്റെ ഡിസ്ക് കംപ്ലൈന്റ് ആണെന്ന് വ്യക്തമായി. എങ്കിലും വിട്ടുകൊടുക്കാൻ കോൾമാൻ തയ്യാറായില്ല. അദ്ദേഹം തുടർന്നും സ്ക്വാട്സ് ചെയ്തു. ഡിസ്ക് പ്രശ്നമായിട്ടും തനിക്ക് വെയിറ്റ് എടുക്കാമെന്ന് ബോധ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിനെ വല്ലാതെ കൂട്ടി. ഹെവി പൗണ്ട്സ് ഒഴിവാക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹം കേട്ടില്ല. 600 പൗണ്ട്സ് ഉപയോഗിക്കാറുണ്ടായിരുന്ന അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് 800 പൗണ്ട്സ് ഇട്ട് സ്ക്വാട്സ് ചെയ്തു. അതായിരുന്നു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റും. അദ്ദേഹത്തിന്റെ ഇന്റർവെർട്ടിബിൾ ഡിസ്കുകൾ പണിമുടക്കി. നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിലൊന്നും ശസ്ത്രക്രിയയ്ക്ക് കോൾമാൻ തയ്യാറായില്ല. ഡിസ്ക് ഹെർണിയേഷൻ സർജറി ഡോക്ടർ ആവശ്യപ്പെട്ടെങ്കിലും ബോഡി ബിൽഡിങ്ങിന് പ്രശ്നമാകാതിരിക്കാൻ അദ്ദേഹം സർജറി ഒഴിവാക്കി. 2005 മിസ്റ്റർ ഒളിമ്പിയയായി അർണോൾഡ് ഷ്വാസ്നിഗറിന്റെ റെക്കോർഡ് അദ്ദേഹം ബ്രേക്ക് ചെയ്തു. ചികിത്സകളുടെ സൈഡ് എഫക്റ്റ് കൂടി ആയപ്പോഴേക്കും റോണി കോൾമാൻ തീർത്തും തളർന്നു. പിന്നീട് അദ്ദേഹത്തിന് സർജറി അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ഡിസ്ക് കംപ്ലൈന്റിന് അദ്ദേഹം സർജറി നടത്തി. ആർട്ടിഫിഷ്യൽ സ്ക്രൂകൾ ഇട്ടെങ്കിലും ആ ശരീരത്തെ താങ്ങാൻ അവയ്ക്കും കഴിഞ്ഞില്ല. പിന്നീട് വലിയ സ്ക്രൂകൾ വെച്ചുപിടിപ്പിച്ചു. കാലക്രമേണ അദ്ദേഹത്തിന്റെ കാലുകൾക്ക് സെൻസ് ഇല്ലാതായി. ഇടുപ്പിലും നട്ടെല്ലിലുമായി നിരവധി റോഡുകളും സ്ക്രൂകളും. 13ഓളം മേജർ ശസ്ത്രക്രിയകൾ. അദ്ദേഹം സമ്പാദിച്ച മില്യണുകളെല്ലാം ചികിത്സയ്ക്കായി ഉപയോഗിച്ചു. അവസ്ഥ വഷളായി വന്നപ്പോഴും ബോഡി ബിൽഡിംഗ് തുടർന്നതാണ് റോണി കോൾമാനെ ചതിച്ചത്. 2020ഓടെ നടക്കാൻ പരസഹായം കൂടിയേ തീരൂ എന്ന തിരിച്ചറിവിലേക്ക് റോണി കോൾമാൻ എത്തി. തന്റെ ശാരീരിക അവസ്ഥകളെ വകവയ്ക്കാതെ ഹെവി വെയിറ്റ് എടുത്ത് ബോഡിയെ ടോർച്ചർ ചെയ്തതാണ് ലോക ബോഡി ബിൽഡറായ റോണി കോൾമാനെ വീൽ ചെയറിലാക്കിയത്. മില്യണുകൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് റോണി കോൾമാൻ ഇന്നും വീൽ ചെയറിൽ സഞ്ചരിക്കുന്നു. അതില്ലാത്തവരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. റോണി കോൾമാന്റെ ഈ കഥ ന്യൂ ജനറേഷൻ ബോഡി ബിൽഡേഴ്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.